പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു നാം ധ്യാനിച്ചത്. ക്രിസ്തുവിൽ എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയമാകുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി പെട്ടെന്ന് വെളിപ്പെടുന്ന ഒന്നല്ല. ഐഡൻറ്റിറ്റി പെട്ടെന്ന് വെളിപ്പെടുന്ന ഒന്നല്ല. ഞാൻ ക്രിസ്തുവിൻ്റേതാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്. അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ, ഈ മീറ്റിങ്ങിൽ 2 കൂട്ടരുണ്ടാകും. ഈ മീറ്റിങ്ങിൽ നിന്നല്ല, ലോകത്തെ എവിടെ മീറ്റിംഗ് വെച്ചാലും അവിടെ 2 കൂട്ടർ ഉണ്ടാകും. ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ, എൻ്റെ കഴിഞ്ഞകാല കുറവുകളെല്ലാം ക്ഷമിച്ചിട്ട് ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്, ഞാൻ ഇപ്പോൾ പഴയ മനുഷ്യനല്ല, ഞാൻ ക്രിസ്തുവിൽ ഞാൻ പുതിയ മനുഷ്യനാണ്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞാനിപ്പോൾ സ്വർഗീയ പൗരനായി ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യമുള്ള ഒരു കൂട്ടവും, രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് കുറവുകളൊക്കെ ഉണ്ട്, ബലഹീനതയൊക്കെ ഉണ്ട്, എന്നെ ദൈവത്തിന് വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കത്തുള്ളൂ, കർത്താവിന് എന്നെ വേണ്ട, എന്നെ വേണമായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥകൾക്കൊക്കെ എന്നെ ഭേദം വന്നേനെ തുടങ്ങി സംശയത്തോടുകൂടെ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇത് അവരുടെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർ വേണ്ടത്ര രീതിയിൽ സൺഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പുത്രത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ ആളില്ല, അല്ലെങ്കിൽ അവർ പഠിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി. എന്നാൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സൺഷിപ്പിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എനിക്ക് അല്പമായി ഒന്ന് സംസാരിക്കാൻ കർത്താവ് ഒരു പ്രേരണ തന്നിട്ടുണ്ട്. ഐഡൻറ്റിറ്റി വെറുതെ വെളിപ്പെടുന്ന ഒന്നല്ല. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള മകനാണ്, ക്രിസ്തു യേശുവിൽ എനിക്ക് പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ പറ്റും, എന്ത് വേണമെങ്കിലും എൻ്റെ മുമ്പിൽ വന്നോട്ടെ, അതൊന്നും എനിക്ക് നേരെ അടുക്കത്തില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ജയിക്കും എന്ന് പറയുന്ന ആർജവമുള്ള ഒരു കൂട്ടരുണ്ടല്ലോ. ആ ആർജവം അവർക്ക് പോലും, അല്ലെങ്കിൽ അത് പറയുന്ന എനിക്ക് പോലും പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഐഡൻറ്റിറ്റി എന്നിൽ ഡിക്ലെയർ ചെയ്യാൻ കുറച്ച് സമയമെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഐഡൻറ്റിറ്റി ഡിക്ലെയർ ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ പഴയ ദീപുവല്ല, പുതിയ ദീപുവാണ്, എന്നിൽ അതോറിറ്റി ഉണ്ട്, എന്നിൽ അഭിഷേകമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഹോളി സ്പിരിറ്റ് കൺഫേം ചെയ്ത് തരുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം മുതൽ നിങ്ങൾക്ക് നേരെ അറ്റാക്ക് തുടങ്ങും. കാരണം മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുൻപേ, ശ്രദ്ധിച്ചു കേട്ടോ, മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുൻപേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, പുതിയൊരു തീരുമാനത്തിലേക്ക് നാം ചുവട് വെക്കുമ്പോൾ, പഴയ ധാരണകളിൽ നിന്നും പണ്ടത്തെ പാറ്റേണിലുള്ള വിശ്വാസത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന പാറ്റേണിലേക്ക് നാം ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി റിവീലാകും. ഭയങ്കര ബോധ്യമായിരിക്കും, ഭയങ്കര വിശ്വാസമായിരിക്കും, ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും. ദൈവിക കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊരു റെവലേഷൻ ആ വ്യക്തിക്ക് കിട്ടിയത് കൊണ്ടാണ് ആ ഒരു എനർജി. എന്നാൽ ആ എനർജി ഓപ്പണായി കഴിയുമ്പോൾ തന്നെ അവർക്ക് നേരെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ അടുത്തുണ്ടാകുന്നത് അറ്റാക്കാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു.
ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ. ആ വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ? ഈ ചോദ്യം നീ അഭിഷിക്തനെങ്കിൽ എന്നല്ല, നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ എന്നല്ല, നീ ക്രിസ്ത്യാനിയാണ് എങ്കിൽ എന്നല്ല, നിനക്ക് വിശ്വാസമുണ്ട് എങ്കിൽ എന്നല്ല. ഇതൊന്നുമല്ല സാത്താൻ അല്ലെങ്കിൽ പിശാച് യേശുവിനോട് ചോദിച്ചത്. പിശാച് യേശുവിനോട് ക്വസ്റ്റ്യൻ ചെയ്തത് ഒന്നേ ഉള്ളൂ, നിന്റെ ഐഡന്റിറ്റി കറക്റ്റ് ആണെങ്കിൽ. നീ യേശു പറഞ്ഞോ ഞാൻ ദൈവപുത്രനാണെന്ന്? പിശാചിനോട് പറഞ്ഞോ? അല്ലെ എവിടെയെങ്കിലും നോട്ടീസ് എഴുതി ഒട്ടിച്ചായിരുന്നോ? പോസ്റ്റർ ഒട്ടി? ഒന്നുമില്ല. നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രൻ എങ്കിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നോട് വന്ന ഒരാൾ, ഇയാൾ ഭയങ്കര പ്രസംഗമാണെങ്കിൽ, ഇയാൾക്ക് ഭയങ്കര അഭിഷേകം ഉണ്ടെങ്കിൽ, ഇയാൾക്ക് രോഗശാന്തി വരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ രോഗശാന്തി ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും, അല്ലെ ഞാൻ പ്രവചിക്കുന്ന ആളാണെന്ന്. എൻ്റെ മിനിസ്ട്രിക്ക് നേരെ അല്ല ചോദ്യം. ശ്രദ്ധിക്കുക, മിനിസ്ട്രിക്ക് നേരെ സാത്താൻ ചോദ്യം ചെയ്യത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോ, മിനിസ്ട്രിക്ക് നേരെ സാത്താൻ ചോദ്യം ചെയ്യത്തില്ല. നിങ്ങളുടെ കഴിവിന് നേരെ സാത്താൻ ചോദ്യം ചെയ്യത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഓ എൻ്റെ കഴിവിനെ പരീക്ഷിച്ചതാണ്, എൻ്റെ വിശ്വാസത്തെ നോ 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 നോ. നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യത്തില്ല, നിങ്ങളുടെ എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യത്തില്ല, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ചോദ്യം ചെയ്യത്തില്ല, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തില്ല. ഇതൊക്കെ നമുക്ക് തോന്നുന്നത് എവിടാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുമ്പോഴാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീഴുമ്പോഴാണ്. നീ ദൈവപുത്രനെങ്കിൽ. ആ ക്രിസ്തുവിനോട് ചോദിച്ച അതേ പിശാച് തന്നെയാണ് ഇന്നും നമുക്ക് നേരെ എഴുന്നേറ്റ് വന്നേക്കുന്നത്, നമുക്ക് നേരെ കാരണം ക്രിസ്തു ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനല്ല, ക്രിസ്തു ചെയ്തതിനേക്കാൾ അധികം ചെയ്യാൻ, ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനല്ല, അതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ, ക്രിസ്തു കണ്ടതുപോലെ കാണാനല്ല, ജീവിച്ച പോലെ ജീവിക്കാനല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുള്ളായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരഭിഷേകവും ആത്മാവുമാണ് നിങ്ങളുടെയും എൻ്റെയും മേൽ പകർന്നിട്ട് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെയ്യുക. അവിടെ ഒരു ഐഡന്റിറ്റി കിടക്കുകയാണ്, ക്രിസ്തുവിൽ ഉള്ള ഒരു ഐഡന്റിറ്റി. സൺഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി, പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി. ഇന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് നിങ്ങളുടെ കൃപാവരം കണ്ടിട്ടല്ല, നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ടല്ല, നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ടുമല്ല, പകരം നിങ്ങളുടെ അകത്തൊരു ബോധ്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ചിലത് നടക്കും, ഞാൻ ഉപവസിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ചിലത് നടക്കും. ആ നിങ്ങളുടെ ഐഡന്റിറ്റി, യേശുക്രിസ്തുവിൻ്റെ പേരിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നേരെയാണ് ഫൈറ്റ് കിടക്കുന്നത്. ഇന്ന് ചിലർ ഐഡന്റിറ്റി തിരിച്ചു പിടിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ചില കാര്യങ്ങളുടെ മേൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കും. കാരണം ഐഡന്റിറ്റി ഇല്ലാതെ അതോറിറ്റി വർക്ക് ചെയ്യില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഐഡന്റിറ്റി ഇല്ലാതെ അതോറിറ്റി വർക്ക് ചെയ്യില്ല. ഓ ഷഖാറ്റാരാബ. ഐഡന്റിറ്റി ഇല്ലാതെ അതോറിറ്റി ഫ്ലോ ചെയ്യില്ല. ഇന്ന് ചിലർക്കെങ്കിലും പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളുടെ മേൽ ജയമെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പ്രാർത്ഥന ഇല്ലാത്തോണ്ടോ, വിശ്വാസം ഇല്ലാത്തോണ്ടോ, ഉപവാസം ഇല്ലാത്തോണ്ടോ അല്ല, ഐഡന്റിറ്റി എവിടെയോ ബ്ലോക്കായി കിടക്കുന്നു. യേശുവിനോട് ചോദിച്ച പോലെ നീ ദൈവപുത്രനെങ്കിൽ, ആ ക്വസ്റ്റ്യൻ്റെ മേൽ മാനുഷികമായിട്ടോ വൈകാരികമായിട്ടോ യേശു അവിടെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ അതോറിറ്റി ഫ്ലോ ചെയ്യില്ലായിരുന്നു. വൈകാരികമായിട്ടാണ് യേശു സാത്താനോട് പ്രതികരിച്ചിരുന്നതെങ്കിൽ, ഇമോഷണലായിട്ടാണ് യേശു അവിടെ ചില ഡിസിഷൻസ് എടുത്തിരുന്നതെങ്കിൽ, യേശു കർത്താവിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മിനിസ്ട്രി തന്നെ അവിടെ വീണ്ടും കാലതാമസം നേരിട്ടേനെ. യേശുവിൻ്റെ മിനിസ്ട്രി അവിടെ മുതലാണ് ഓപ്പൺ ആകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് യോർദാനിൽ നിന്ന് സ്നാനമേറ്റ് നേരെ വന്ന് 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് യേശു മിനിസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ ചില കാര്യങ്ങൾ പുതിയതായി ചെയ്യാൻ,
നിങ്ങൾ ചില തീരുമാനങ്ങൾ പുതിയതായി ചെയ്യാൻ, നിങ്ങൾ ചില കാര്യങ്ങൾ കണക്കുകൂട്ടി പ്രാർത്ഥനയോടെ ചെയ്യാൻ നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം നിങ്ങളെ ആ പുതിയ തീരുമാനത്തിലേക്കും കാര്യങ്ങളിലേക്കും ചുവട് വെപ്പിക്കുകയില്ലെന്ന് വാദിക്കുന്ന ചില തിന്മയുടെ ശക്തിയുടെ മേൽ നിങ്ങൾക്ക് ജയമെടുക്കണമെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി റിവീലായിരിക്കണം, നിങ്ങളിലുള്ള അതോറിറ്റി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. ഒരേ സമയം യേശുവിന് രണ്ട് കാര്യങ്ങൾ വന്നു. ഒന്ന് ടെംപ്റ്റേഷൻ. ഐഡൻറ്റിറ്റി ബാൻ ചെയ്യുന്ന വലിയൊരു കെണിയാണ് ടെംപ്റ്റേഷൻ. രണ്ട്, കൺഫ്യൂഷൻ. ഒന്ന് ടെംപ്റ്റേഷൻ, രണ്ട് കൺഫ്യൂഷൻ. പ്രൈസ് ദ ലോർഡ്. മാഷാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ മിനിസ്ട്രി ഡയറക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചോ നിങ്ങളുടെ നാളെയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. എന്നാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ലാത്ത ഒരു മേഖല എന്ന് പറയുന്നത് നിങ്ങളെ ദൈവത്തിന് വേണമോ വേണ്ടായോ എന്നുള്ള കാര്യത്തിലാണ്. അവിടെ കൺഫ്യൂഷൻ വന്നാൽ അവിടെ രണ്ടാമതൊരു ഓപ്ഷന് വേണ്ടി സാത്താന് നിൽക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളുടെ ഫെയ്ത്ത് തന്നെ ഈ കൺഫ്യൂഷൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊരു പവർഫുൾ സ്ട്രോങ് ഹോൾഡാണ് സാത്താന്. ലാബ്രഹാസിയ. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളെ വേണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പുള്ളിക്ക് എന്നെ വേണ്ടായോ, ഹസ്ബൻഡ് നിങ്ങളെ വേണ്ടായിരിക്കും, എന്നെ വേണ്ടായോ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. ഞാൻ അത് താഴോട്ട് വരുവാട്ടെ, പറഞ്ഞ് വരികയാണ്. ഇതിനകത്തൊരു റിജക്ഷൻ സ്പിരിറ്റ് കിടപ്പുണ്ട്. നമ്മൾ അവിടേക്കാണ് വരുന്നത്. ഒരു റിജക്ഷൻ സ്പിരിറ്റിനെ വെട്ടാനാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ ഇങ്ങനെ ചെയ്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെ ഒരു റിജക്ഷൻ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളെ വേണ്ടായോ, എൻ്റെ പാസ്റ്ററിനെ ഞങ്ങളെ വേണ്ടായോ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടായോ, ദൈവത്തിന് ഞങ്ങളെ വേണ്ടായോ, ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമില്ലായോ എന്ന് പറഞ്ഞ് ചിലരിങ്ങനെ പറയാറുണ്ട്, മരണത്തിന് പോലും ഞങ്ങളെ വേണ്ടാന്ന്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. കാരണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൺഫ്യൂഷനിലൂടെയും ഈ ചിന്തകളിലൂടെയും ബൈബിളിൽ സങ്കല്പങ്ങൾ എന്നൊരു വാക്ക് കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളും ഇടിച്ച് കളയും. അപ്പോൾ ഞാനൊന്നും പറയേണ്ട, സങ്കല്പിക്കുന്നതിൽ തന്നെ കിടപ്പുണ്ട് ചില അവകാശവാദങ്ങൾ. ഒരു സ്ട്രോങ് ഹോൾഡ് നമുക്ക് ബിൽട്ടപ്പ് ചെയ്യാൻ സങ്കല്പങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പം മരണത്തിന് പോലും എന്നെ വേണ്ടായോ, ദൈവത്തിന് എന്നെ വേണ്ടായോ എന്ന് ഉള്ളിൽ ചിന്തിക്കുന്നതിലൂടെ ഈവിൾ കവനന്റുകൾ രൂപപ്പെടുകയാണ്. നമ്മൾ പുറത്ത് ആരെങ്കിലും എനിക്ക് ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ടോ, മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ, തകിട് കൊണ്ട് മുറ്റത്ത് കുഴിച്ചിട്ടിട്ടുണ്ടോ ഒന്നും നോക്കാൻ പോകണ്ട. കാരണം നമ്മൾ ഇവിടുന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്തു കൊടുത്തിരിക്കുന്ന ചില ഈവിൾ കവനന്റിലൂടെയാണ് സാത്താൻ പലപ്പോഴും നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെ സാത്താൻ അവകാശം പറഞ്ഞിരിക്കുന്ന, അറിവില്ലായ്മയ്ക്കകത്ത് മുതലെടുത്തിരിക്കുന്ന, അറിവില്ലായ്മയിൽ മുതലെടുത്തിരിക്കുന്ന, സാത്താൻ അവകാശം പറഞ്ഞിരിക്കുന്ന, പിശാചി ഇവൾ എൻ്റെതാണ്, ഇവൻ എൻ്റേതാണ്, നിന്റെ സന്തതി എൻ്റേതാണ്, എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞിരിക്കുന്ന ചില ഈവിൾ ഹോൾഡുകൾ, ഈവിൾ കവനന്റുകൾ, പൈശാചികമാകുന്ന അവകാശങ്ങൾ, എല്ലാ സാത്താനികമാകുന്ന ക്ഷണപത്രങ്ങൾ ഇന്ന് നിന്റെ സൺഷിപ്പ് ഡിക്ലെയർ ചെയ്യുന്നതോടെ, നിങ്ങൾ ഐഡന്റിറ്റി നിങ്ങളുടെ അധരം കൊണ്ട് പ്രസ്താവിക്കുന്നതിലൂടെ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ക്യാൻസൽ ചെയ്യപ്പെടും. ഓ മൈ ലോർഡ് ജീസസ്, പ്രൈസ് ദ ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആർക്കാ? ഗിദയോന് പ്രത്യക്ഷനായി.
അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. The Lord is with thee, thou mighty man of valor. ഗിദെയോനെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അത് ഗിദെയോന്റെ ഐഡന്റിറ്റിയാണ്. ഇതാര് പറഞ്ഞു? ദൂതൻ പറഞ്ഞു. ആര് പറഞ്ഞു? ദൂതൻ പറഞ്ഞു. തൊട്ട് താഴെ അടുത്ത വാക്യത്തിൽ കാണാം, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. അവിടെ എന്താ സംഭവിക്കുന്നേ? അവിടെ ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാണ്. ഒരു കൺഫേംഡ് ആയിട്ട് വന്ന് പറയുന്നത്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഒരു പ്രൊഫറ്റ് പോലും അല്ല. പ്രൊഫറ്റ് പറഞ്ഞ തെറ്റു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ മീനിങ്. ഒരു മനുഷ്യനല്ല വന്ന് ഗിദെയോന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. സാക്ഷാൽ ദൂതനാണ് ഗിദെയോന്റെ അടുത്ത് വന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. ഗിദെയോൻ, ദൈവം നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റാതെ വണ്ണം അദ്ദേഹത്തെ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പ്രസന്റ്ലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ കാര്യങ്ങൾ നിങ്ങളോട് ദൈവാത്മാവിൽ കൺവേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അസാധ്യമെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനെ മാറ്റാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ ഒരു സബ്ജക്റ്റേ അല്ല. സിറ്റുവേഷൻ ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല. പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മിസ്രയീമ്യരിൽ നിന്നുള്ള അവരുടെ അറ്റാക്കാണ്, ഫെലിസ്ത്യരെ കൊണ്ടുള്ള അറ്റാക്കാണ് ഇവിടെ ഗിദെയോനെ കൺഫർമേഷനിലേക്ക് കൊണ്ടുപോകാതെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയത്. കാരണം പറയുന്നു, യജമാനനെ, യഹോവ എന്നോട് അല്ലെങ്കിൽ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമുക്കിതൊക്കെ വരുന്നത് എന്ത്? ശരിയല്ലേ? ഞാൻ ക്രിസ്തുവിലാന്ന് പറഞ്ഞാലും ബ്രദറെ, ഞാൻ വലിയ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞാലും ബ്രദറെ, ഞാൻ ഇത്രയും വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിട്ടും ബ്രദറെ, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും ബ്രദറെ, ഞാൻ ഇത്രയും ദൈവകാര്യങ്ങൾക്ക് ചുമൽ കൊടുത്തിട്ടും ബ്രദറെ, ദൈവം എന്നെ കാണുന്നു എന്ന് ബ്രദർ പറയുന്നത് സത്യമാണെങ്കിൽ, ദൈവത്തിന് എന്നെ വേണമെന്ന് ബ്രദർ പറയുന്നത് സത്യമാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭവിക്കുന്നു? ഇത് നിങ്ങളുടെ ന്യായമായ ചോദ്യമായിരിക്കും. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല കാലത്ത് ഇതായിരിക്കുന്നു എൻ്റെ ഫേവർ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ, ഇതൊക്കെ എൻ്റെ നല്ല കാലമായതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെ ആകുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ അക്കൗണ്ട് ചെയ്യുമെന്ന് ദൈവം തമ്പുരാൻ അറിയാമെന്നുള്ളത് കൊണ്ട്, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന് നമ്മൾ അക്കൗണ്ട് ചെയ്യുമെന്ന് ദൈവം തമ്പുരാൻ അറിയാമെന്നുള്ളത് കൊണ്ട്, ഡിവൈൻ ഫേവർ എപ്പോഴും വെളിപ്പെടുന്നത് ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിലായിരിക്കും. ഇവിടെ ഗിദെയോനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഗിദെയോൻ ഒറ്റയ്ക്കിരുന്ന് ഗോതമ്പ് മെതിച്ച് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ കാണുകയാണ്, ചിലർ ഒറ്റപ്പെട്ട് നിന്ന് കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ചിലർ ഒറ്റപ്പെട്ട് നിന്ന് കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കുന്നു, ചിലർ ഒറ്റപ്പെട്ട് നിന്ന് ലഭിക്കുന്നത് ശേഖരിച്ചു വെക്കുന്നു, ചിലർ ഒറ്റപ്പെട്ട് നിന്ന് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗിദെയോനോട് ഞാൻ പറയുകയാണ്, ആ ഒറ്റപ്പെട്ട് യുദ്ധം ചെയ്യുന്ന ഗിദെയോനോട് ഞാൻ പറയുകയാണ്, ഇന്നലത്തെ കവർച്ചകളെക്കുറിച്ച് ഓർത്തിട്ടാണ്, ഇന്നലത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്, ഇന്നലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഗിദെയോൻ നേരത്തെ ഗോതമ്പ് മെതിച്ച് ശേഖരിച്ച് വെച്ചുകൊണ്ടിരുന്നത്. ഗിദെയോൻ ഗോതമ്പ് മെതിച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മധ്യത്തിൽ ഒരു എൻകൗണ്ടർ ഗിദെയോൻ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഗിദെയോനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഗിദെയോനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഗിദെയോന്റെ സിറ്റുവേഷൻ
മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ഗിദെയോന്റെ റെസ്പോൺസ് എന്തായിരുന്നെന്ന് അറിയാമോ? ഈ വാക്കിന് അദ്ദേഹത്തിന്റെ ഫീൽ എന്തായിരുന്നെന്ന് അറിയാമോ? ഒന്ന്, ഇൻസെക്യൂരിറ്റി. പറഞ്ഞ വാഗുണ്ട്, ഇൻസെക്യൂരിറ്റി. എന്താ യജമാൻ ഇത്, ഈ ദൂതനാന്നൊന്നും ഗിദെയോൻ അറിയത്തില്ല. യജമാനൻ എന്താ ഈ പറയുന്നേ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നോ? കേൾക്കാൻ സുഖമുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ രാജ്യത്തിനും എൻ്റെ ജനങ്ങൾക്കുമൊക്കെ ഈ അവസ്ഥ വരുമോ? ഇൻസെക്യൂരിറ്റി. എനിക്കാരുമില്ല. മക്കളെ, ദൈവ ശബ്ദം നമ്മുടെ കാതുകളിൽ എത്തിയാലും ഇൻസെക്യൂരിറ്റി ഫീൽ, ഇൻസെക്യൂർഡാണ് ഞാനെന്നുള്ളൊരു ഭരണം, ചിന്തയുടെ ഭരണം നമ്മുടെ മേലുണ്ടെങ്കിൽ വാഗ്ദത്തം റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, റിജക്ഷൻ മൈൻഡ് സെറ്റ്. ഈ മൈൻഡിനകത്ത് ഞാൻ ക്രിസ്തുവിൻ്റെ മക്കളാന്ന് പറഞ്ഞാലും, ഞാൻ ക്രിസ്തുവിൻ്റെ മോനാണ്, ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയാമെങ്കിലും ഒരു ഇൻസെക്യൂർഡ് ഫീൽ എനിക്കുള്ളിടത്തോളം കാലം ഈ മൈൻഡ് സെറ്റ് എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കിങ്ഡത്തിൽ നിന്ന് എനിക്കൊന്നും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെയാണ്. കുടം കമിഴ്ത്തി വെച്ച് വെള്ളം പിടിക്കുന്നത് പോലെ ഇരിക്കും. ഈ ഫീലാണ്, ഈ ഇൻസെക്യൂരിറ്റി ഫീലാണ് നമ്മുടെ ജീവിതത്തിൽ എന്നെ ആരും വില വെക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഈ ഫീലൊക്കെ നമ്മിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ആരാണ് ഈ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡീമൺസ്? ഈ ഫീലൊക്കെ, ഈ മൈൻഡ് സെറ്റ് നമ്മിൽ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഈ കിങ്ഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം മെസ്സേജ് എടുത്തിട്ടുണ്ട് കിങ്ഡം മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒന്ന് തൊട്ട് വെക്കാം. ഈ കിങ്ഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരിക്കും. റിയാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ ഇത് ഫുൾ നമ്മൾ സ്പിരിറ്റിൽ വിഷ്വലൈസ് ചെയ്ത് സ്പിരിറ്റിൽ അതോറിറ്റിയോടെ നാം അതിനെ ഡിക്ലെയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് കിങ്ഡം മൈൻഡ് സെറ്റ്. ആ മനുഷ്യന് യേശുവിൻ്റെ കൂടെ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ പടയാളികളിൽ ഒരുത്തൻ യേശുവിൻ്റെ മേൽ കൈവച്ചു എന്ന് പറഞ്ഞ് പത്രോസ് ഒരുത്തൻ്റെ കാത് വെട്ടി താഴെ ഇട്ടപ്പോൾ മിനിമം ആ കാതെടുത്ത് തിരിച്ചു പിടിപ്പിക്കണമെങ്കിൽ ഒരു സർജിക്കൽ നീഡിൽ വേണം, അവിടെ അതിന് വേണ്ടുന്ന ത്രെഡ് വേണം, അവിടെ കോട്ടൺ വേണം, ബീറ്റാഡിൻ വേണം, അങ്ങനെ പല സാധനങ്ങളും അവിടെ വേണം. എങ്കിൽ മാത്രമേ മിനിമം ഒന്ന് തയ്ച്ച് പിടിപ്പിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. കിങ്ഡം മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു യേശു എന്നുള്ളത്, അല്ലെങ്കിൽ കിങ്ഡത്തിലായിരുന്നു യേശു എന്നുള്ളത് കൊണ്ട്, താൻ ആരുടെ വകയാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട്, എന്താണ് തന്നിൽ ഇൻബിൽറ്റഡ് ആയിരിക്കുന്നത്, തന്നിൽ എന്താണ് ഫിൽഡ് ആയിരിക്കുന്നത്. എനിക്ക് യോർദാന്റെ കരയിൽ യോഹന്നാന്റെ കയ്യിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മേൽ അടിച്ചത് ഒരു തെക്കൻ കുളിർക്കാറ്റല്ല, അത് പരിശുദ്ധാത്മാവായിരുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് യേശു കർത്താവ് ആ കാതിനെ എടുത്ത് നേരെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഈ വിശ്വാസം ഒരു ഹീലിംഗ് മിനിസ്റ്റർ ആണെങ്കിൽ പോലും, ഹീലിംഗ് മിനിസ്റ്റർക്ക് ഇല്ല എങ്കിൽ, അയ്യോ കാത് അറുത്ത് താഴെ വീണു, ഈ സാധനം എങ്ങനെ പിടിപ്പിക്കാനാ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു വ്യക്തി പോയാൽ അദ്ദേഹം ഹീലിംഗ് മിനിസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. കാരണം അദ്ദേഹത്തിൽ വ്യാപിക്കുന്ന വേറൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഭൂതമാണെന്നല്ല, അത് മൈൻഡ് സെറ്റ് വേറെയാണ്. എന്നാൽ കിങ്ഡം മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഏതാ സാധ്യതകളുടെ നടുവിലും, എന്ത് വെപ്പണില്ലെങ്കിലും നിന്റെ നാവ് വെപ്പണായിരിക്കും. ആമേൻ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് സൺഷിപ്പിൽ ലഭിക്കുന്ന, പുത്രത്വത്തിൽ ലഭിക്കുന്ന കാര്യമാണ്. ഇത് പുത്രത്വത്തിന്റെ കൺഫർമേഷനിൽ ലഭിക്കുന്ന, ഇത് ക്രൈസ്റ്റ് ഐഡന്റിറ്റിയിൽ ലഭിക്കുന്ന കാര്യമാണ്. സാഹചര്യം അവിടെ ഒരു വിഷയമല്ല. അവിടെ വെപ്പൺസ് എന്തുണ്ട്, ടൂൾസ് എന്തുണ്ട്, അവിടെ എനിക്ക് എത്ര പേര് പ്രാർത്ഥിക്കാനുണ്ട്, അവിടെ എന്താ, അവിടുത്തെ സാഹചര്യമോ അവിടുത്തെ അറ്റ്മോസ്ഫിയറോ അല്ല. ക്രൈസ്റ്റ് ഐഡന്റിറ്റി ഉള്ളൊരു വ്യക്തിക്ക്, സൺഷിപ്പ് ഉള്ളൊരു വ്യക്തിക്ക്, സൺഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി,
ആ ക്രിസ്തുവിൻ്റെ ഐഡന്റിറ്റിയോടുകൂടെ നിൽക്കുന്ന സമയം അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. ഏത് ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും എന്നുള്ളതാണ് കിങ്ഡം മൈൻഡ് സെറ്റ്. ഏതാണ് അവിടുത്തെ സിറ്റുവേഷൻ എങ്കിലും ഈ ക്രൈസ്റ്റ് ഐഡന്റിറ്റി റിവീൽ ആയ ഒരു വ്യക്തി അതോറിറ്റിയിൽ ചലിക്കുന്നു എന്നുള്ളത് കൊണ്ട് സിറ്റുവേഷൻ എന്തായാലും അതോറിറ്റി ആ സിറ്റുവേഷനെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് കിങ്ഡം മൈൻഡ് സെറ്റ്. ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര പ്രോമിസ് ഉള്ളൊരു വ്യക്തിയാണ്, പക്ഷേ ആ പ്രോമിസ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ അത് കൺഫ്യൂഷനാണ്. പക്ഷെ ദൈവം നിങ്ങൾക്ക് തന്ന കൺഫർമേഷനിൽ നിന്നുകൊണ്ട് ക്രൈസ്റ്റ് ഐഡന്റിറ്റിയോടുകൂടെ നിങ്ങൾ അതിനെ അതോറിറ്റിയോടുകൂടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ആര് വിളിച്ചു വരുത്തും? ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങളുമാണ് വിളിച്ചു വരുത്തേണ്ടത്. എങ്ങനെ? എൻ്റെ നാമത്തിലല്ല, ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കും. ദൈവത്തിന് ദൈവം ഉണ്ടാക്കിയ നെല്ലും ഗോതമ്പും തിന്നു തീർക്കാനല്ല മനുഷ്യനെ വേണ്ടേ, പകരം അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സേവകരായി, ദൈവത്തിൻ്റെ മക്കളായി ഫാദേഴ്സ് ബിസിനസ് ചെയ്യാനാണ് മക്കളെ വേണ്ടത്. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ദൈവത്തിൻ്റെ വേലക്കാരൻ എന്ന് കേൾക്കുന്നത് എനിക്ക് അഭിമാനം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ദൈവത്തിൻ്റെ മകൻ എന്ന് കേൾക്കുന്നതാണ്. ദൈവത്തിൻ്റെ മകൻ എന്ന് കേൾക്കുന്നതാണ്. കാരണം ദൈവത്തിനൊരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ മനുഷ്യൻ്റെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കൺസെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ. ഞാൻ നിങ്ങളുടെ വീടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് നിങ്ങൾ ഇച്ഛിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ വലിയ കാര്യങ്ങൾ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കൺസെൻറ്റ്, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ്, അത് ദൈവത്തിന് വളരെ ആവശ്യമാണ്. കാരണം കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം പൗലോസിലേക്ക് എഴുതിയപ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ നോക്കിക്കേ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. ആ വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞത്, സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ച, എന്തുവാ അത്? നമ്മുടെ ഉയർച്ച ഇടിച്ചു കളയുന്ന കാര്യമാണോ? അല്ല. നമ്മൾ ഉയരുന്നതിന് മുൻപേ നീ എത്രയും ഉയരുമോ അത്രയും ഉയരത്തിന് മറ്റവൻ കയറി നേരത്തെ കോട്ട കെട്ടും. എങ്ങനെ? നമ്മുടെ വീടിന് ചുറ്റുമല്ല, നമ്മുടെ മൈൻഡിൽ. എനിക്ക് ഒരു കിങ്ഡം മൈൻഡ് സെറ്റ് വരുന്നത് പുറത്തല്ല, അകത്താണ്. സോ എനിക്ക് അവിടെ കോട്ട കെട്ടുന്നതാണ് സാത്താന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഇതൊക്കെ സ്ട്രോങ് ഹോൾഡുകളാണ്. നമ്മുടെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോങ് ഹോൾഡുകളാണ്. സ്ട്രോങ് ഹോൾഡ്, ഹെൽത്തി സ്ട്രോങ് ഹോൾഡും ഉണ്ട്, ഹെൽത്തി അല്ലാത്ത സ്ട്രോങ് ഹോൾഡുകളും ഉണ്ട്. ഇപ്പം ഈ മൈൻഡ് സെറ്റ്, ഞാൻ യേശുവിൻ്റെ മകനാണ്, യേശു ചെയ്തതിനേക്കാൾ അധികം ചെയ്യാനുള്ളൊരു വ്യക്തിത്വമാണ്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ഈ സ്ട്രോങ് ഹോൾഡ് ഹെൽത്തി സ്ട്രോങ് ഹോൾഡാണ്. എന്നാൽ അതേസമയം ഗിദയോൻ പറഞ്ഞ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഹെൽത്തി അല്ല. അതുകൊണ്ടാണ് ആ ദൂതൻ ശാസിച്ചത്. ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. ഈ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് സൈറ്റാനിക് സ്ട്രോങ് ഹോൾഡുകളാണ്. ഇതിനെയാണ് പൗലോസ് പറഞ്ഞത്, ഇത് ഞാൻ പൊളിക്കും, ഇതിന് ആയുധം എടുത്തിട്ട് കാര്യമില്ല, ഇതിന് ഞങ്ങൾ പോരടിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ സ്ട്രോങ് ഹോൾഡ് അകത്ത് സംഭവിക്കുന്ന സ്ട്രോങ് ഹോൾഡാണ്. ആ ഉയർച്ചകളെ ഇടിക്കേണ്ടതാണ്. നിങ്ങളിൽ ഒരു ക്രൈസ്റ്റ് ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കാൻ നിങ്ങളുടെ അകത്ത് കെട്ടിയ ദുഷ്ടന്റെ കോട്ടകൾ നിങ്ങൾ ഇടിച്ചേ മതിയാകൂ. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അഭിഷേകം ചെയ്യേണ്ടതിന് ശമൂവേൽ വന്നു. സഹോദരങ്ങളെ എല്ലാം നിരത്തി നിർത്തി, കുറേ ആൾക്കാരെ നിരത്തി നിർത്തി. എന്തിനാ?
രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആ കൂട്ടത്തിലൊന്നും നിങ്ങൾക്ക് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ കാണാനേ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എങ്ങനെ ദൈവത്തിൻ്റെതായി എന്നുള്ളതായി പറഞ്ഞു വരുന്നത്. ദാവീദിനെ കാണാനേ ഒക്കത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിനെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അഭിഷേകം ചെയ്യാൻ ദാവീദിനെ ക്ഷണിക്കപ്പെട്ടവരാണ് അഭിഷേകം ചെയ്യാൻ വേണ്ടി അവിടെ വന്നേക്കുന്നത്. ആ ഫംഗ്ഷനും ക്ഷണിക്കപ്പെട്ടവർക്കേ വരാൻ പറ്റത്തുള്ളൂ. ആ ഫംഗ്ഷനും ക്ഷണിച്ചിട്ടില്ല. അഭിഷേകത്തിന് വേണ്ടി നിനക്കൊരു സാധ്യതയുണ്ട്, നീ പേരെഴുതിയിട്ടോ, നിനക്ക് ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് പറഞ്ഞ് അങ്ങനെയും ക്ഷണിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ക്ഷണിക്കപ്പെടാതെ ഒരു വ്യക്തി അവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ എല്ലാവരും ഉടുത്തു ഒരുങ്ങി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇപ്പം എൻ്റെ തലമേൽ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശമൂവേൽ ആളിനെ എണ്ണി അടുത്ത് ചെന്ന് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ശമൂവേൽ ചോദിച്ചു. ശമൂവേൽ പോകുമ്പോൾ ഇവനെ അല്ല എനിക്ക് അഭിഷേകം ചെയ്യാൻ, ദൈവം പറയും ഇവനെ അല്ല എനിക്ക് അഭിഷേകം ചെയ്യേണ്ടത്. പിന്നെ 8ാമത്തെ വാക്യം നോക്കിക്കേ. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ച് ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. ഓരോരുത്തരെയായിട്ട് ഇശായി തൻ്റെ മക്കളെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ടുവരിക, ശമൂവേലിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. വരുമ്പോൾ പറയൂ, എന്നറിയ അവൻ യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പ്. യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി, യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല. ശമൂവേലിൻ്റെ 7 പുത്രന്മാരെയും കൊണ്ട്, ഇശായിയുടെ 7 പുത്രന്മാരെയും കൊണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇവരിലുണ്ട്, അതുകൊണ്ട് ഇവരെ അഭിഷേകം ചെയ്യൂ എന്ന് പറഞ്ഞ് ശമൂവേലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പം സാക്ഷാൽ തെരഞ്ഞെടുക്കേണ്ടവൻ പറഞ്ഞു, ഞാൻ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല. പിന്നെന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നു? വെറുതെ അല്ല, ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളെ ആര് ക്ഷണിച്ചു? നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് ചിന്തിച്ചാൽ, നിങ്ങളെ ക്ഷണിക്കാത്ത ഒരുപാട് നിങ്ങൾക്കറിയുന്നവരുടെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്, നല്ല ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്, ഹൗസ് വാമിംഗ് നടന്നിട്ടുണ്ട്, ഗ്യാതറിങ്സ് നടന്നിട്ടുണ്ട്, മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട്, അതിഥി സൽക്കാരങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയ, നിങ്ങളെ അവഗണിച്ച, നിങ്ങളെ അബദ്ധവശാൽ വിളിക്കാൻ മറന്നുപോയ ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ഷണം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ പോകാത്തതുപോലെ ദാവീദും ക്ഷണം കിട്ടാത്തത് കൊണ്ട് തൻ്റെ വേലയ്ക്ക് പോയി. എവിടെ? ആടുകളെയും കൊണ്ട് തീറ്റാൻ കാട്ടിപ്പോയി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ കണ്ടു. ആ കാടിൻ്റെ അനുഭവത്തിൽ കിടക്കുന്നവനെ, ജീവൻ പണയം വെച്ച് ആടുകളെ സംരക്ഷിക്കുന്നവനെ കണ്ടു. യോഗ്യതയെന്ന് മനുഷ്യർ എണ്ണിയവനെ അല്ല, കൊള്ളാമെന്ന് മനുഷ്യൻ പറഞ്ഞവനെ അല്ല, മനുഷ്യന്റെ കണ്ണിന് ബോധിച്ചവനെ അല്ല, ഒന്നും കൂടെ എടുത്തു പറഞ്ഞോട്ടെ, അപ്പന് ബോധിച്ചവനെയും അല്ല. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. ശമൂവേൽ ഇശായിയോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഇവന്മാരെ ഒന്നും തമ്പുരാൻ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന എന്നോട് പറയുന്നേ. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഒരുവൻ ഇളയവനാ. ആ വാക്കൊന്ന് എടുത്തു പറയാണ്, ഇനിയുള്ളവൻ അങ്ങോട്ട് അത്ര മുതിർന്നിട്ടില്ല. ഇശായിയെ ഞാൻ കുറ്റം പറയുന്നേ അല്ല, ഞാൻ നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞ വാക്കാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരുത്തനുണ്ട്, പക്ഷെ അവൻ അത്ര പോരാ, പുള്ളി അത്ര മുതിർന്നിട്ടില്ല, അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ല. അഭിഷേകം ചെയ്യാനോ അതിനൊന്നും പുള്ളി കൊള്ളത്തില്ല. അതിനേക്കാൾ എന്ത് കേമന്മാരാ ഇവൻ, അത്രയ്ക്ക് അങ്ങോട്ട്. ഇനി ഒരുത്തനുണ്ട്, പക്ഷേ അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു. അവൻ ആടുകളെ മേയ്ക്കുക. ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? അങ്ങനല്ല, അവൻ ആടുകളെ മേയ്ക്കുക. ഇത് 7 നല്ലതാ, മുന്നേ വന്നതാ, സൂപ്പറാ, അഭിഷേകം ചെയ്തോ. ഇശായി പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നേ. ഈ മീറ്റിങ്ങിലിരിക്കുന്ന പലരെയും കുറിച്ച് ലോക സംസാരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിയതും നിങ്ങൾ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നത്. നിങ്ങൾ അത്ര പോരാ,
ഇവനൊന്നും ഇതിന് പോരാ, ഇവരെ കൊണ്ടൊന്നും ഇത് സാധിക്കത്തില്ല, ആടിനെ മേയ്ക്കാനുള്ളവരാ. പണ്ട്, നിങ്ങൾ ആരോടും പറയരുത്, പണ്ട് ഈ പെറ്റു വളർത്തുന്ന അമ്മയപ്പന്മാർക്ക് അവരുടെ കഴിവിനനുസരിച്ചല്ല അവർ മക്കളെ എത്തിക്കണമെന്ന് ചിന്തിക്കുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഡോക്ടർ അല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കണമെന്നും അഡ്വക്കേറ്റ് ആക്കണമെന്നും അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അതിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പക്ഷെ ആ സമയം എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ കുട്ടികളെ ഏറ്റവും നല്ല നിലയ്ക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് ഏത് അമ്മയപ്പന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പം അതുപോലെ വളരെ കൊച്ചുപ്രായം, ഞാൻ മറന്നു പോകാൻ സാധ്യതയുള്ള കൊച്ചുപ്രായം, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിന് താഴെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ ആ സമയം പഠിക്കും, എനിക്ക് ക്ലാസ് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ചെവിയിൽ കയറിയ ആ വാക്ക് എൻ്റെ മനസ്സിൽ തറഞ്ഞു പോയതുകൊണ്ട് ഇന്നും എനിക്കത് മറക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ബന്ധം പറയുന്നില്ല. ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു, മക്കളെ എന്നോട്, നീ പഠിച്ചാരാകും, നിൻ്റെ അമ്മയ്ക്ക് നീ ആരായി കാണിച്ചു കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ മദർ എന്നെ ഫാദർ ഇല്ലാതെയാണ് വളർത്തിയത്. വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഫാദർ നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മദർ എന്നെ വളർത്തിയത് ഒറ്റയ്ക്ക് വളരെ അത്യധ്വാനം ചെയ്താണ് എന്നെ വളർത്തിയത്. അപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് നീ ആരായി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തോ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പക്ഷേ എന്തോ നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചിരിച്ചിട്ട് പറഞ്ഞു, നീ കപ്പലണ്ടി കച്ചവടക്കാരനാകും, നീ കപ്പലണ്ടി കച്ചവടക്കാരനാകും. ഒരമ്മയ്ക്ക് നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങളുടെ കാതുകളിൽ കപ്പലണ്ടി കച്ചവടം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ജോലിയാണ്, ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ അതിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ എന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എൻ്റെ മദർ വിശ്വസിച്ചിരിക്കുമ്പോൾ പരിഹാസത്തോടുകൂടെ, എന്നാൽ ഏറ്റവും ബലപ്പെടുത്തേണ്ട, ഏറ്റവും ഇൻസ്പയർ ആകേണ്ട, ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ് ചിരിച്ചുകൊണ്ട് തോളത്ത്, നീ കപ്പലണ്ടി കച്ചവടക്കാരനാകും. ആ വളരെ ചെറിയ പ്രായം, അതിനുശേഷമുള്ള ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ വാക്ക് ഇന്നും ഞാൻ നിങ്ങളോട് പറയത്തക്കവണ്ണം ഓർത്തിരിക്കണമെങ്കിൽ അതെൻ്റെ മനസ്സിനേറ്റവും വലിയൊരു മുറിപ്പാടായി കിടക്കുന്നൊരു വാക്കാണ്. കാരണം ആ പ്രായത്തിൽ പോലും എനിക്ക് ആ വാക്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ആകരുത് എന്നെൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നിരിക്കാം. എനിക്ക് ആ പ്രായത്തിൽ പോലും എനിക്കത് എടുക്കാൻ പറ്റില്ല. ആ പ്രായത്തിൽ പോലും എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു വാക്ക് ഇന്നും കിടക്കുന്നു, നീ കപ്പലണ്ടി കച്ചവടക്കാരനാകും. കാരണം ഞങ്ങളുടെ അന്നത്തൊരു ജീവിതവും വളരെ പാടായിരുന്നു അമ്മയ്ക്ക് എന്നെ വളർത്താൻ. വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് വരുന്ന ഒരു സമയം, എന്നെ പഠിപ്പിക്കാൻ പെടാപ്പാട് വിടുന്ന സമയം. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന സമയം ഒരു വ്യക്തി പറഞ്ഞു, നീ ഇന്നതാകും. ആ വാക്ക് ദൈവം തമ്പുരാൻ കേട്ടു. ഞാൻ ഇന്ന് എൻ്റെ ജോലി അതല്ല എന്ന് പറഞ്ഞാൽ, ഭൂമിയിലൊരു മനുഷ്യന് മോനെ നീ പഠിച്ച് ഡോക്ടറാകണോടാ എന്ന് പറഞ്ഞ് എൻ്റെ തോളത്ത് തട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരൂടെ എനിക്കങ്ങ് ഇതായേനെ. പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ആ വാക്ക് എന്നെ പടച്ച ദൈവത്തിന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നിരിക്കാം, ഞാനൊരു ദൈവവേലയിൽ നിൽക്കുകയില്ലായിരിക്കാം. പക്ഷെ അവരന്ന് ആ പറഞ്ഞ പറഞ്ഞ വാക്കിനെ പ്രതി എന്നെ ദൈവം കാട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. നിനക്ക് ഇത്രയും മക്കളെ ഉള്ളോ എന്ന് ചോദിച്ചു ശമൂവേൽ. നിനക്ക് ഇത്രയും മക്കളെ ഉള്ളോ? പറഞ്ഞു, എനിക്കൊരു ഇളയവനുണ്ട്, അവൻ അത്ര മൂത്തിട്ടില്ല, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ചവനെ വിളിക്ക്, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ ഇരിക്കയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ദൂത് പറയാം. പലരും മാറ്റിയിട്ടിരിക്കുന്ന, നിങ്ങൾ ചെന്നിട്ടല്ലാതെ ചില ഫങ്ഷൻസ് ഇനാഗുറേറ്റ് ചെയ്യാത്ത നിലയിൽ ദൈവം തമ്പുരാൻ നിന്റെ സ്ഥാനമാനത്തെ ഉയർത്താൻ വിശ്വസ്തനാണ്. നിങ്ങൾ ചെന്നിട്ടല്ലാതെ ചില കേക്ക് കട്ടിങ് ചിലടത്ത് ചെയ്യാതെ അവരും കൂടെ വരട്ടെ, ആ ഫാമിലിയും കൂടെ വരട്ടെ, ആ വ്യക്തിയും കൂടെ വന്നിട്ട്
പറഞ്ഞിട്ടല്ലാതെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ട എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നിന്നെ ആദരിക്കാൻ വിശ്വസ്തനാണ്. ആളയച്ച് അവനെ വിളിക്കേണ്ട ഈശായിയെ, തെരഞ്ഞെടുക്കപ്പെട്ടവനെ കാട്ടിലിട്ടു എന്ന് പറഞ്ഞ്, നീ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞ്, നിന്റെ 7 മക്കൾ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം അവനെ തെരഞ്ഞെടുക്കാതെയില്ല. നീ അവനെ വിളിക്ക്, ഞാൻ അവന്റെ മുഖത്ത് നോക്കട്ടെ, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. ഉടനെ അവൻ ആളയച്ച് അവനെ വീഴ്ത്തി. എന്നാൽ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവനെ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ കാടിന്റെ അനുഭവത്തിൽ കിടക്കുന്ന ചിലരോട്, വളരെ കഷ്ടപ്പെടുന്ന ചിലരോട്, ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിക്കർ സ്റ്റാർട്ട് ചെയ്ത് ബുള്ളറ്റ് കൊണ്ട് ഓടിക്കുന്ന ലാഘവമല്ല. ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലത് അങ്ങോട്ട് പോകും, ചിലത് ഇങ്ങോട്ട് പോകും. അതിനെ എല്ലാം ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം. ആ പണി വലിയ പാടുള്ളൊരു പണിയാണ്. വെറുതെ അതിൻ്റെ പുറകെ ഓടാൻ അതിൻ്റെ പുറകെ വെറുതെ നടക്കാനൊക്കത്തില്ല. അതിൻ്റെ ആളായിട്ട് കൂടെ നിൽക്കണം. അവൻ്റെ രൂപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ വന്നതും എഴുന്നേറ്റിവനെ അഭിഷേകം ചെയ്യുക. വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ്, നിന്നെ ചിലടത്ത് ഇൻവൈറ്റ് ചെയ്തില്ല, നിന്നെ ചിലർ കൂട്ടിയില്ല, നിങ്ങളെ ചിലർ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വരാതിരിക്കത്തില്ല. ചിലർ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, അദ്ദേഹം വീട്ടിൽ റിജക്റ്റഡ് ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ മീറ്റിംഗിൽ ഇല്ലാതെ പോയത്. അദ്ദേഹം ഫാമിലിയിൽ നിന്ന് ഇഗ്നോർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം ഈ ക്രൂയിൽ ഇപ്പൊ ഇല്ലാത്ത. പക്ഷേ ദൈവം ഈ എണ്ണിയ ലിസ്റ്റിൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ദൈവം എണ്ണിയ കൗണ്ടിനകത്ത് നിങ്ങളുടെ പേരുണ്ട്. ദൈവം എണ്ണിയ കൗണ്ടിനകത്ത് ഒറ്റപ്പെടുന്ന സുഹൃത്തെ, ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ള സുഹൃത്തെ, ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് നിന്റെ പേരുണ്ട്. ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് നിന്റെ പേരുണ്ട്. എവിടെയാണ് റിജക്ഷൻസ് ആരംഭിച്ചത്? റിജക്ഷൻസ് ആരംഭിച്ചത് ഏദൻ മുതൽ ആരംഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം മുതൽ ആരംഭിച്ചു. എവിടെ? പാപം ആരംഭിച്ചപ്പോൾ അവരുടെ ഐഡന്റിറ്റി അവർ ഹൈഡ് ചെയ്തു. അവരുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തു. അവർ തന്നെ അവരെ എണ്ണി, ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇനി വരത്തില്ല, അതിന് ഞങ്ങൾ യോഗ്യരല്ല. കാരണം ഷെയിം എന്ന് പറയുന്നത് ഐഡന്റിറ്റിയെ അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ്. ഷെയിം എന്ന് പറയുന്നത്, നാണക്കേട് എന്ന് പറയുന്നത് ഐഡന്റിറ്റി അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ്. സോ ഈ റിജക്ഷൻ ദാവീദിന്റെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ദാവീദിനെ ദൈവം റിജക്റ്റ് ചെയ്തില്ല. കാരണം ആ മനുഷ്യനിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്ത് ഐഡന്റിറ്റിയിൽ അറിയപ്പെടണമെന്ന് ദൈവം നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ ദൈവാത്മാവിൽ അടുത്ത ഒരു ആലോചന കൈമാറുകയാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ ഏത് ഐഡന്റിറ്റിയിൽ അറിയപ്പെടണമെന്ന്, നീ എന്ത് കെയർ ഓഫിൽ അറിയപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു റിജക്ഷൻ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ, ഒരു റിജക്ഷൻ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു റിജക്ഷൻ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ ഓപ്പറേറ്റ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭയങ്കര കമ്പാരിസൺ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു റിജക്ഷൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് വാല്യൂ ചെയ്യുന്നില്ല, മക്കൾ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു റിജക്ഷൻ സ്പിരിറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിജക്ഷൻ സ്പിരിറ്റ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ഈ റിജക്ഷൻ സ്പിരിറ്റിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ ലഭിച്ച ഒരു ഐഡൻറ്റിറ്റി എങ്ങനെയെങ്കിലും തകർക്കുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടാതിരിക്കുക, അതാണ് നിരന്നു നിന്ന 7 പേരുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നതിൻ്റെ കാരണം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ അഭിഷിക്തനായി രാജാവായി അഭിഷേകം ചെയ്യപ്പെടാതിരിക്കുക, അതിനാണ് ആ മനുഷ്യനെ കാടിൻ്റെ അനുഭവത്തിലേക്ക് തള്ളിയത്. ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കുക, മിദ്യാന്യരെ തോൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്
സാത്താൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായത്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും നഷ്ടവും കഷ്ടവും തന്നെയാണല്ലോ. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ പരാക്രമശാലിയായി ഞാൻ മാറുമെന്ന് ഗിദെയോൻ്റെ ഉള്ളിലുണ്ടായത് ഇത് തന്നെയാണ്. നോക്കൂ, റിജക്ഷൻ സ്പിരിറ്റ് ഒരിടത്ത് വർക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഭയങ്കര കമ്പാരിസൺ ആയിരിക്കും. ആ വീടിനകത്ത് എപ്പോഴും കമ്പാരിസൺ സ്പിരിറ്റ് ഉണ്ടായിരിക്കും. കമ്പാരിസൺ സ്പിരിറ്റും റിജക്ഷൻ സ്പിരിറ്റും അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ വിലയിരുത്തും, മറ്റുള്ളവരെ തട്ടിച്ച് നോക്കി നമ്മളെ വിലയിരുത്തും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് അവരെ കമ്പാരിസൺ. 2, ഡിലേ. എല്ലാ കാര്യങ്ങൾക്കും ഡിലേ, കാലതാമസം. ഒരു കാര്യവും കയ്യിൽ മര്യാദയ്ക്ക് വന്നെത്തത്തില്ല. ജോലി ചെയ്യും, സാലറി കിട്ടത്തില്ല. ബസ്സിന് പോയി കാത്തു നിൽക്കും. നമ്മൾ പോയി നിൽക്കുന്ന ദിവസം ഒന്നുകിൽ ബസ് അന്നത്തെ ആ ഷെഡ്യൂൾ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ബസ് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ വേറെ വഴി കൂടെ ബൈപ്പാസ് ചെയ്തെങ്കിലും ആ ബസ് വേറെ ലക്ഷ്യസ്ഥാനത്ത് പോയി എത്തും, നമ്മുടെ മുന്നിൽ കൂടെ പോകത്തില്ല. 3-ാമത്തെ കാര്യം, ഡിസോണർ ചെയ്യപ്പെടും. ഭയങ്കരമായിട്ട് നമ്മളെ ബഹുമാനം ലഭിക്കാത്തൊരവസ്ഥയായിരിക്കും. ബഹുമാനിക്കേണ്ടവർ പോലും പുച്ഛത്തോടെ നമ്മളെ വീക്ഷിക്കുന്നൊരവസ്ഥ. ഇതൊരു റിജക്ഷൻ സ്പിരിറ്റിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റമാണ്. 4-ാമത്തെ കാര്യം, ഭയങ്കര ഐസൊലേറ്റഡ് ആയിരിക്കും നമ്മൾ. ഭയങ്കരമായിട്ട് നമ്മളൊരു ഐസൊലേഷൻ പീരീഡിലേക്ക് അങ്ങ് പോകും. ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ആരെയും കാണണ്ടെന്ന് തോന്നും, ആരുടെയും ഫോൺ എടുക്കണ്ടെന്ന് തോന്നും. ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത് പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു നന്ദി കാണൂല നമ്മുടെ അടുത്ത്. ഒരു നന്ദി കാണത്തില്ല. നമ്മളെ കൊണ്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും, നമ്മളോട് ഒരു നന്ദി കാണത്തില്ല. കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചക്കരയായിട്ട് വിളിക്കും, കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ട മുഖത്ത് നോക്കുകയില്ല. ഇതാണ് മറ്റുള്ളവർക്ക് നമ്മളോടൊരു നന്ദി ഇല്ലാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ അവർ പാവങ്ങളാണ്, പക്ഷേ അവരുടെ ഉള്ളിൽ ഈ ഓപ്പറേഷൻ സിസ്റ്റം വെച്ചേക്കുന്നത് കൊണ്ടാണ് അവരെ കൺട്രോൾ ചെയ്യാൻ ഡീമണിന് പറ്റുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഇൻവിസിബിളാണ്, നമുക്ക് കാണാനൊക്കത്തില്ല, പക്ഷേ ഈ ഫങ്ഷൻസ് നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾ ചോര നീരാക്കി അത്യധ്വാനം ചെയ്ത് ചിലരെ നിങ്ങൾ കെയർ ചെയ്തിട്ടും ആ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് നിങ്ങളോടൊരു നന്ദിയില്ല. ഒരു കാര്യം കുറ്റപ്പെടുത്താൻ കിട്ടിക്കഴിഞ്ഞാൽ 1000 കാര്യം കൂട്ടിച്ചേർത്ത് നന്നായി പഞ്ച് ചെയ്ത് കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാരിസൺ സ്പിരിറ്റും ഒരു റിജക്ഷൻ സ്പിരിറ്റിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ഇതൊക്കെ ഡീമൺസ് തന്നെയാണ്. ഇതിനെ നമുക്ക് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മുടെ കൈകളിലേക്ക് ഒരു നന്മ വരത്തില്ല, നമ്മൾ ബ്ലെസ്സഡ് ആകത്തില്ല, നമ്മൾ പ്രോസ്പർ ആകത്തില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ പൈശാചിക ബാധകളാൽ ബാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എങ്ങനെ ജയിക്കാൻ പറ്റും ബ്രദറെ എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി ആദ്യം മനസ്സിലാക്കുക. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, എനിക്ക് പോരാട്ടങ്ങളുണ്ടാകും, എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും, എനിക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ വലിയ വാക്കുകളൊന്നും അറിയത്തില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആളാണെന്നല്ല. ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി വരിക എന്ന് പറഞ്ഞാൽ ഇവന് ഡിഗ്രി ഉണ്ടോ, ഇവന് മാസ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി വരിക എന്ന് പറഞ്ഞാൽ ബൈ ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ആണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ആകുന്നത്. ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് നേരെ അറ്റാക്കുകൾ വരുന്നത്, ടെംപ്റ്റേഷൻ അറ്റാക്കുകൾ വരുന്നത്. പല കാര്യങ്ങൾക്കുള്ള ടെംപ്റ്റേഷൻസ് വരും. 1, ദൈവത്തെ തള്ളി പറയാനുള്ള ടെംപ്റ്റേഷൻ വരും. 2, കോപിക്കാനുള്ള ടെംപ്റ്റേഷൻ വരും. പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ വരും. അവിശ്വസിക്കാനുള്ള ടെംപ്റ്റേഷൻ വരും. നീ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പാരിസൺ സ്പിരിറ്റ് ഉള്ള ആൾക്കാർ നമ്മളോട് സംസാരിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മളെ വിലയില്ലാതെ കാണിക്കുകയും നമ്മളോട് നന്ദിയില്ലായ്മ കാണിക്കുന്ന സമയത്ത് ഒരെണ്ണം അടിച്ച് പറ്റിച്ചു കൊടുക്കാനുള്ള ഒരു ഭയങ്കര ടെംപ്റ്റേഷൻ വരും. ഇതെല്ലാം ഇതിൻ്റെ ഇൻഫ്ലുവൻസാണ്. പിടികിട്ടിയോ? ഇൻഫ്ലുവൻസാണ്. എങ്ങനെ നമ്മൾ ആ ടെംപ്റ്റേഷനിൽ ഒരെണ്ണം എങ്ങാനും അടി കൊടുത്താൽ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി നിനക്ക് നഷ്ടപ്പെട്ടടാ, ഇനി നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞുള്ള കുറ്റബോധത്തിൽ അടുത്തത് എഴുന്നേക്കും.
കുറ്റബോധം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അതിലൂടെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് താഴോട്ട് പോകും. അതിലൂടെ നമ്മൾ എന്നേക്കുമായി ദൈവത്തിന് പിടികിട്ടാ പുള്ളിയായിട്ട് അങ്ങ് മാറും. അതിലൂടെ നിങ്ങളെ കൊണ്ടുള്ള ദൈവിക പർപ്പസ് നടക്കാതെ പോകും. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് അതോറിറ്റി നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതോറിറ്റിയിലൂടെ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജലസി, റിജക്ഷൻ, ബിട്രയൽ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പലർക്കും നമ്മളോടുള്ള ജലസി, പലർക്കും നമ്മളോടുള്ള കയ്പ്, പലർക്കും നമ്മളോടുള്ള ശത്രുത, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഡീമൺ യൂണിറ്റുകളുണ്ട്. ഒന്നിലധികം യൂണിറ്റുകളുണ്ട്. ഇതിനെ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ ഐഡൻറ്റിറ്റി ഉണ്ടാകണം, നിർബന്ധമായിട്ടുണ്ടാകണം. 2, നമുക്ക് അതോറിറ്റി ഉണ്ടാകണം. ഇതിലൂടെയാണ് നമുക്ക് സ്പിരിറ്റ് ഓഫ് ഡിലേ, സ്പിരിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, സ്പിരിറ്റ് ഓഫ് പോവർട്ടി, സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ, സ്പിരിറ്റ് ഓഫ് ഇൻസെക്യൂരിറ്റി, സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി തുടങ്ങി നമ്മുടെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാനായി കഴിയുന്നത്. ആർ യു റെഡി? ഇന്ന് നിങ്ങളതിനെ തോൽപ്പിക്കാൻ, അതിനെ കീഴടക്കി അതിൻ്റെ മേൽ ജയാളിയായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ, വൈഫിന് നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ, മക്കൾക്ക് നിങ്ങളോടൊരു ഒരു ആർദ്രതയില്ലെങ്കിൽ, ഒരു അടുപ്പമില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായി നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ഒരു ജയം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള ദിവസമാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് അതിനുള്ള ദിവസമാണ്. നമ്മൾ ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ ഇന്ന് സംഭവിച്ചിരിക്കും. നമ്മൾ ഇന്ന് ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പൊട്ടിമാറിയിരിക്കും. ഒരസെൻഷൻ ഇന്ന് നടന്നിരിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ? ഒരസെൻഷൻ ഇന്ന് നടന്നിരിക്കും. നമ്മളിതിനെല്ലാം ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം. ഇനിയുള്ള സമയം നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ. ഓരോ മക്കളായിട്ട്, ഓരോ ദൈവമക്കളായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ ലൈഫിൽ ഒരു അസെൻഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന്, എൻ്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന്, എൻ്റെ ഐഡന്റിറ്റി റിവീലായേ പറ്റത്തുള്ളൂ എന്ന്, എൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് ഓപ്പണായി വന്നേ പറ്റത്തുള്ളൂ എന്ന്, എൻ്റെ ഡെസ്റ്റിനി അസെൻഷൻ, എൻ്റെ ഡെസ്റ്റിനി ഷിഫ്റ്റ് ഇന്ന് നടന്നേ പറ്റത്തുള്ളൂ എന്ന്. ഇന്ന് ബോധ്യമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത പാത്രമാണ്, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിൻ്റെ പ്രിയനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ പിശാചിനുള്ളവനല്ല, ഞാൻ സാത്താനുള്ളവനല്ല, ഞാൻ പരീക്ഷകനുള്ളവനല്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടവനാണ്. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. എല്ലാ ശാപവും പാപവും യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞവനാണ്. ഇനിമേൽ ഞാൻ പാപിയല്ല, ഇനിമേൽ ഞാൻ രോഗിയല്ല, ഇനിമേൽ ഞാൻ ശാപഗ്രസ്തനല്ല എന്ന് തിരിച്ചറിഞ്ഞ അതോറിറ്റി നിങ്ങൾ ആ ഐഡന്റിറ്റി നിങ്ങൾ ഡിക്ലെയർ ചെയ്താട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് നേരെ വരുന്ന അറ്റാക്കിനെ അതോറിറ്റിയിലൂടെ നിങ്ങൾ ഡീൽ ചെയ്താട്ടെ. In the spirit of glory, Nabakosa power in the name of Jesus Christ. Libro shabratokombo now rabambasena tokomo. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അധികാരം മൂവ് ചെയ്യട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അധികാരം മൂവ് ചെയ്യട്ടെ. Labro shabratasakrudi lembratasa power in the name of Jesus Christ. In the name of Jesus Christ of Nazareth. എല്ലാ സ്റ്റാഗ്നേഷൻ പൊളിഞ്ഞു മാറട്ടെ. എല്ലാ കാലതാമസങ്ങൾ തകരട്ടെ. എല്ലാ ബ്ലെസ്സിങ്ങിനെയും നന്മകളെയും കൈകളിലേക്ക് വരാതെ വണ്ണം തടയുന്ന എല്ലാ സ്റ്റാഗ്നേഷൻ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ അതോറിറ്റിയോടെ ഡീൽ ചെയ്ത് കീഴടക്കുകയാണ്.
അഭിഷേക റബദൽ കൗരിയാന്തരബ. ഇപ്പോൾ തന്നെ എല്ലാ ഇരുട്ടിന്റെ ഫങ്ഷൻസിനെയും യേശുവിന്റെ നാമത്തിൽ കീഴടക്കി തകർക്കുന്നു. എല്ലാ ഇരുട്ടിന്റെ ഫങ്ഷൻസിനെയും എല്ലാ സാത്താനിക ഓപ്പറേഷൻ സിസ്റ്റത്തെയും യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. അഭിഷേകത്തോടെ പ്രതികരിക്കുക, അഭിഷേകത്തോടെ പ്രതികരിക്കുക. Rakatala baba ligata borobosi rakada bagayaba rigada badala gamana athuni digal karabada jagal koria tharaga athuni digada jagal koria albuda shagadri kamana o idal kamana ri anthargama duryabalaga athuni digada shamdal പ്രാർത്ഥിച്ചേ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവ പ്രവൃത്തി ഇതിനകത്ത് ചലിക്കട്ടെ. അഭിഷേകം ഇതിനകത്ത് മൂവ് ചെയ്യട്ടെ. അഭിഷേകം ഇതിനകത്ത് മൂവ് ചെയ്യട്ടെ. അഭിഷേകം ഇതിനകത്ത് മൂവ് ചെയ്യട്ടെ. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവ്, നിങ്ങൾ ഏത് കാടിന്റെ അനുഭവത്തിലാണെങ്കിലും നിന്നെ വേദിയിലേക്ക് വിളിച്ചു കയറ്റി അഭിഷേകം ചെയ്യുന്ന ദിവസങ്ങളാകുന്നു ഇത്. നിനക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം, നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അഭിഷേകം, നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവസരം, നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട കരുതൽ, നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ബ്ലെസ്സിംഗ്, സകലതും ഈ അതോറിറ്റി റിവീൽ ആകുന്നതോടെ, ഐഡന്റിറ്റി റിവീൽ ആകുന്നതോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. ജീസസ് 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 ജീസസ്. എല്ലാം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, ബഹുമാനം നിഷേധിക്കപ്പെടുന്നു, കരുതൽ നിഷേധിക്കപ്പെടുന്നു, സ്നേഹം നിഷേധിക്കപ്പെടുന്നു. അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ചെയ്യുന്ന കാര്യം പോലും, ചെയ്യുന്ന നന്മ പോലും, ചെയ്യുന്ന കാര്യത്തോട് പോലും ഒരു അംഗീകാരമില്ലാതെ നിഷേധിക്കുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, പരിഹസിക്കുന്ന അവസ്ഥ, പ്രാർത്ഥനയെ പോലും പരിഹസിക്കുന്ന അവസ്ഥ, ലഭിക്കേണ്ട റെസ്പെക്ട് ലഭിക്കാത്ത അവസ്ഥ, നിന്നിലേക്ക് വരാനുള്ള നന്മയും ബഹുമാനവും സ്നേഹവും അക്സെപ്റ്റൻസ് പോലും നിന്നോട് അടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുന്ന അവസ്ഥ, ഇന്ന് ഈ ആത്മശക്തിയുടെ പ്രവാഹ സമയം തന്നെ ആ ദോഷത്തെ, ആ വാക്കിനെ, അദൃശ്യ ബന്ധനത്തെ എന്റെ ദൈവം തകർക്കട്ടെ. എന്നിലേക്ക് വരുവാനുള്ള അംഗീകാരങ്ങൾ ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. എന്റെ പേരിലേക്ക് വരാനുള്ള നന്മകൾ ഇന്നു മുതൽ ഓപ്പൺ ആകട്ടെ. എന്നിലേക്ക് വരുവാനുള്ള എല്ലാ അക്സെപ്റ്റൻസ് ഇന്നു മുതൽ ആക്റ്റീവ് ആകട്ടെ. എന്നിലേക്ക് വരാനുള്ള എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നു മുതൽ ഓപ്പൺ ആകട്ടെ. എന്നിലേക്ക് വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഈ സെക്കൻഡ് മുതൽ ഓപ്പൺ ആകട്ടെ. എത്ര പേർ ആമേൻ പറയും? ഓ ജീസസ് 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 ജീസസ്. വലിയ ബ്രേക്ക് ത്രൂ, വലിയ ബ്രേക്ക് ത്രൂ, ഭയങ്കര ബ്രേക്ക് ത്രൂ. ഇത് ഭയങ്കര ഒരു റെവലേഷൻ ആണ്, ഭയങ്കര ഒരു റെവലേഷൻ ആണ്. ഇത് ഭയങ്കര ഒരു റെവലേഷൻ ആണ്. ഇപ്പോൾ തന്നെ എല്ലാ സാധ്യതകളും ഈ റെവലേഷനിൽ തകർക്കുന്നു. അസാധ്യതകൾ റെവലേഷനിൽ തകർക്കുന്നു. അസാധ്യതകൾ റെവലേഷനിൽ തകർക്കുന്നു. ദൈവത്തിന്റെ ചൂസൺ വെസലാണ്, ക്രൈസ്റ്റ് ജനറേഷൻ ആണ്. ദൈവത്തിന്റെ ചൂസൺ വെസലാണ്, ക്രൈസ്റ്റ് ജനറേഷൻ ആണ്. ഈ വെളിപ്പാടിൽ എല്ലാ ദോഷങ്ങളും മാറിപ്പോ, എല്ലാ ഇരുളും മാറിപ്പോ. ഞങ്ങൾ ഇരുട്ടിന്റെ മക്കളല്ല, ഞങ്ങൾ വെളിച്ചങ്ങളുടെ പിതാവിന്റെ മക്കളാണ്. Jesus, Jesus, Jesus. Rababa kayaba. Shabana gatharabaha. Librato rogoshe. Amen, 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 amen. Amen, 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 amen. ആമേൻ 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 ആമേൻ. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ എല്ലാം ഓപ്പൺ ആകട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും ഓപ്പൺ ആകട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും ഓപ്പൺ ആകട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും ഓപ്പൺ ആകട്ടെ. ഹീലിംഗ്സ് ഓപ്പൺ ആകട്ടെ. ഒരു ഹീലിംഗ് അറ്റ്മോസ്ഫിയർ തുറക്കട്ടെ. ഒരു പീസ് ഓഫ് മൈൻഡ് ഇപ്പോൾ ഉണ്ടാകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി, സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, സ്പിരിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ, സ്പിരിറ്റ് ഓഫ് കമ്പാരിസൺ, എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഈ ജനത്തെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഇന്ന് ഇതെല്ലാം പൊട്ടിത്തകർന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരും കുടുംബവും കയറട്ടെ. ഇവരെ രണ്ട് പ്ലാറ്റ്ഫോമിലുള്ളവരെയും, സൂമിലും യൂട്യൂബിലുള്ള 2 പ്ലാറ്റ്ഫോമിലുള്ളവരെയും ഈ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗം കൊണ്ടുവരണമേ. നിറഞ്ഞ മനസ്സോട് ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.